2026 നീറ്റിന്റെ റീ എക്സാമിനേഷൻ എന്തായാലും 21-ാം തീയതി നടക്കുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പായി കഴിഞ്ഞു. കാര്യം വേറൊന്നല്ല, അഡ്മിറ്റ് കാർഡൊക്കെ ഡൗൺലോഡായി. സോ കറന്റ് അഡ്മിറ്റ് കാർഡൊക്കെ ഡൗൺലോഡ് ചെയ്തതിന് ശേഷമുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് കറന്റ് വന്നുകൊണ്ടുള്ളത്. ഓക്കെ, സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്റ്റുഡൻസിന്റെ ബയോമെട്രിക് അല്ലെങ്കിൽ ഫേസ് റെക്കഗ്നൈസേഷൻ സിസ്റ്റം വെച്ചിട്ട് എന്ത് ചെയ്യും, സ്റ്റുഡന്റ് ഏതൊരു എക്സാമിനേഷന് പോകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ എക്സാമിനേഷൻ കഴിഞ്ഞിറങ്ങുന്നത് സമയത്തോ വാലിഡേറ്റ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ ഇന്നലെ 18/6/2026 നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും സെൻട്രൽ ഗവൺമെന്റ് വളരെ കണ്ണിങ് ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ കാണുന്നത്. ഒരു തരത്തിലുള്ള സ്കാമിങ്ങും ഇനി ഉണ്ടാവാൻ പാടില്ല എന്ന രീതിയിൽ തന്നെയാണ് എന്ത് ചെയ്തേക്കുന്നത്, എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നത് എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, പക്ഷെ എന്തായാലും സോഷ്യൽ മീഡിയയിലെ ട്രോളിന്റെ മഴയാണ് കേട്ടോ. കാര്യം നമ്മുടെ നീറ്റിന്റെ ചോദ്യപേപ്പർ ചോർന്നതായിട്ട് ബന്ധപ്പെട്ട് ടെലഗ്രാം എന്ത് ചെയ്ത് ബ്ലോക്ക് ചെയ്തല്ലോ. അപ്പോൾ പലരും ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ എന്താ ചെയ്യുന്നത്, ബാക്കിയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒക്കെ എല്ലാം ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. സോ എന്തായാലും ഇനി NTAന്റെ സൈഡിൽ നിന്ന് അത്തരത്തിലുള്ള മിസ്റ്റേക്ക് ഒന്നും ഉണ്ടാകത്തില്ല എന്ന ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടെ തന്നെ നമുക്ക് എക്സാമിനേഷന് പ്രിപ്പയർ ആവാം. ഓക്കെ, സോ എന്തായാലും നമ്മുടെ വിഷയത്തിലോട്ട് വരാം. സോ കറന്റ്ലി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. കാര്യം വേറെ ഒന്നല്ല, നമ്മൾ എക്സാമിനേഷന് പോകുന്നതിന് മുമ്പോ അതിനുശേഷമോ നമ്മുടെ ബയോമെട്രിക്, അതായത് ഒന്നുകിൽ ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഫേസ് റെക്കഗ്നൈസേഷൻ, അത് എന്ത് ചെയ്യും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്, ഏതൊരു എക്സാമിനേഷൻ അലോ ചെയ്യുക, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക പുറത്തോട്ട് പിന്നെ നമ്മൾ എക്സാമിനേഷൻ കഴിഞ്ഞ് വരുന്ന സമയത്തായാലും എന്ത് ചെയ്യും ഈ ഒരു കാര്യം ചെക്ക് ചെയ്യും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കാര്യം വേറെ ഒന്നല്ല, ഓൾറെഡി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്റ്റുഡൻ്റ് ആണോ പരീക്ഷ എഴുതാൻ വരുന്നത്, ഇനി എന്തെങ്കിലും വേറെ ആൾ മാറ്റിയൊക്കെ എഴുതുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ പ്രോപ്പർലി നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത്. ഇനി ഇതിനകത്ത് എക്സംഷണൽ കേസസും പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും കാരണവശാൽ പിന്നെ ഒരു സ്റ്റുഡന്റിന് സപ്പോസ് ബയോമെട്രിക് ചെയ്യാൻ പറ്റാതെ ആയി കഴിഞ്ഞാൽ എന്താണ് ഉള്ള ഓപ്ഷൻ, ഇനി എന്തൊക്കെ സാഹചര്യങ്ങളുടെ ബയോമെട്രിക് ചെയ്യേണ്ട എന്നുള്ളൊരു കാര്യവും കൂടെ പറയുന്നുണ്ട്. അതിൽ മേജർലി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോമെട്രിക് ചെയ്യുന്ന ഡിവൈസിന് എന്തെങ്കിലും ഹാർഡ്വെയർ ഫെയിലിയർ ഉണ്ടാവുകയോ ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന ബയോമെട്രിക് ഡേറ്റ ക്വാളിറ്റി മോശമാണ്, അത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടായിട്ട് എന്ത് ചെയ്തു നമുക്ക് ഈ ബയോമെട്രിക് ഡേറ്റകൾ തമ്മിൽ മാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. സപ്പോസ് നമ്മൾ ആധാർ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ ഓൾറെഡി ഫിംഗർ കൊടുത്തിട്ടുണ്ടാവും, അതും നമ്മൾ കൊടുക്കുന്ന ഡേറ്റ ആയിട്ട് മാച്ച് ചെയ്യാനായിട്ട് നേരത്തെ കൊടുത്തിരിക്കുന്ന ഡേറ്റ എന്തെങ്കിലും പുവർ ക്വാളിറ്റി ഉള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാർഡ്വെയർ ഇഷ്യൂ ഒക്കെ കാരണം എന്ത് ചെയ്തിട്ട് ഇത് മാച്ച് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ വരികയാണെങ്കിൽ അത് ഒഴിവാക്കുമെന്ന് പറയുന്നുണ്ട്. അത് കൂടാണ്ട് പിന്നെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കണക്ടിവിറ്റി ഇഷ്യൂ, ഇപ്പം നമ്മൾ പോകുന്ന സെൻട്രൽ എന്തെങ്കിലും ഇന്റർനെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസോ അല്ലെങ്കിൽ നമ്മുടെ സെർവറുമായിട്ട് കണക്ട് ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരികയാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഒഴിവാക്കുമെന്ന് പറയുന്നുണ്ട്. അത് കൂടാണ്ട് ഏതെങ്കിലുമൊക്കെ കാൻഡിഡേറ്റ് ഫിസിക്കലി എന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ള കാൻഡിഡേറ്റ് ആണ്, അതുകൊണ്ട് തന്നെ ബയോമെട്രിക് കൊടുക്കാൻ അവർക്ക് കഴിയാത്തൊരു സാഹചര്യമുള്ള സ്റ്റുഡൻ്റ് ആണ് എങ്കിലും അത് ഒഴിവാക്കും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഓക്കെ, പക്ഷേങ്കിൽ ഇങ്ങനെ ഒഴിവാക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ സ്റ്റുഡന്റിന്റെ കയ്യിൽ നിന്ന് അഡീഷണൽ ആയി എന്ത് ചെയ്യും, ഒരു അഫിഡേവിറ്റ് എഴുതി മേടിക്കും. സ്റ്റുഡന്റ് കയ്യിൽ നിന്നാണ് ഈ റീസൺ കൊണ്ടാണ് ബയോമെട്രിക് കൊടുക്കാനായിട്ട് സാധിക്കാത്തത് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് ലെറ്റർ എഴുതി മേടിച്ചിട്ട് അതെന്ത് ചെയ്യും എക്സാമിനേഷന്റെ സൂപ്രണ്ടന്റ് കീപ്പ് ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ദെൻ അടുത്ത് പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ട് അവരുടെ ടൈമിനകത്ത് എന്തെങ്കിലും ഡിഫറൻസോ കാര്യങ്ങളൊക്കെ വരുത്തണമെങ്കിൽ നോർമലി നമ്മുടെ എക്സാം പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 2 മണി മുതൽ 5:15 വരെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും 6:20 വരെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യുന്നൊരു കാര്യം കൂടെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ 2 തരത്തിലായിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ പിന്നെ ബയോമെട്രിക് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സാമിനേഷൻ പോകുന്നതിന് മുമ്പായി സപ്പോസ് എന്തെങ്കിലുമൊക്കെ കാരണവശാൽ എക്സാമിനേഷൻ പോകുന്നതിന് മുമ്പ് ഇപ്പോൾ ഒരു ഹോൾഡുള്ള സ്റ്റുഡൻസിന്റെ ബയോമെട്രിക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ എക്സാമിനേഷൻ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും അവർ കാര്യം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കാരണവശാലും നമ്മുടെ എക്സാമിനേഷൻ ടൈം അതായത് 2 മണി മുതൽ 5:15 വരെയുള്ള സമയങ്ങളിൽ നിങ്ങളെ ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്റ്റർബ് ചെയ്യില്ല എന്നുകൂടെ NTA പറഞ്ഞിട്ടുണ്ട്. സോ എനിഹൗ ഓൾറെഡി നമ്മുടെ ഒരു എക്സാമിനേഷൻ നിങ്ങൾ എഴുതി, അത് കഴിഞ്ഞതിന് ശേഷം എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്തു, ഇനി വീണ്ടും എക്സാം എഴുതാനായിട്ട് പോവാണ്. സോ എല്ലാവരും വളരെ കെയർഫുൾ ആയിട്ട് തന്നെ പോവുക, പ്രോപ്പറായിട്ട് എല്ലാവർക്കും എക്സാം കൊടുക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.